മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് വിജയമാണെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കും. നമ്മൾ കാണല്ലോ, നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ 2006 തുടങ്ങിയതാണല്ലോ ഈ പണി. അതെ അതെ, പണി നമ്മളെ പഠിപ്പിക്കണ്ടല്ലോ, നമ്മൾ നേരത്തെ പണി പഠിച്ചാണല്ലോ. നമുക്ക് ദൈവം സഹായിച്ചിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ മാർക്കറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ഇത്രയും മാർക്കറ്റ് വേണമെന്ന് തോന്നുന്നു. നമ്മൾ മൈജി എല്ലാവരും മനസ്സിലെത്തിക്കഴിഞ്ഞു. മൈജി നമ്മുടെ മനസ്സിലുണ്ട്. നടന്നു പോയാൽ മൈജി ഷോറൂം അവിടെ കയറാൻ തോന്നും. ഇനിയും മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എന്താണ്? ആ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രാൻഡ് ലൈവായിട്ട് നിൽക്കുന്നു, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പുതിയ മോഡൽസുകൾ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. എല്ലാ ഷോറൂമും, ആദ്യം തുടങ്ങിയ ഷോറൂം തൊട്ട് ഇപ്പോൾ ഉള്ള ഷോറൂം വരെ സെലിബ്രിറ്റികളില്ലാതെ ഇനാഗ്രേഷൻ നടക്കാറില്ല. ആദ്യ ഷോറൂം ഇനാഗ്രേഷൻ ചെയ്താരാ? ആദ്യ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്തത് ഒരു മേയറാണ്. ഫസ്റ്റ് ഷോറൂം മേയറാണ്. പിന്നെ വാപ്പിച്ചു. പിന്നെ സെലിബ്രിറ്റികളെ വേണമെന്ന് ഏത് ഷോറൂം? സെക്കൻഡ് ഷോറൂം മുതൽ. സെക്കൻഡ് ഷോറൂം, പിന്നീട് എല്ലാ ഷോറൂമിലും. പിന്നെ വാപ്പിച്ചു തന്നെ പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ സെലിബ്രിറ്റിയൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു നെഗറ്റീവാണ്. പക്ഷെ വാപ്പിച്ചു അതൊക്കെ പോസിറ്റീവാണ്. അതൊക്കെ വേണമെന്നാണ് പറയുന്നത്. എന്താണ് നെഗറ്റീവ്? അങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ഒക്കെ ഇനോഗ്രേറ്റ് ചെയ്താൽ അത് അത്ര സക്സസ് ആവില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു വേറെ രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ. ഒരു ഓർത്തഡോക്സ് ചിന്താഗതി. പക്ഷെ പുള്ളിക്കാരൻ നേരെ തിരിച്ചാ. അത് വേണം. അല്ല, അത് ആ രീതിയിൽ വേണം. നമ്മൾ തുടങ്ങുന്ന എന്താണ് നമ്മൾ ചെയ്യുന്ന സ്ഥാപനം, അപ്പം അതിന് നീഡാണെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണ്. ഈ ലാലേട്ടല്ല, ലാലേട്ടുമായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി ഒരുമിച്ച്? 2016 തുടങ്ങി. 16 ലാസ്റ്റിലെ. ലാലേട്ടൻ നിന്നും മാറി ചിന്തിച്ചിട്ട് പോലില്ല നമ്മൾ. ഒരിക്കലുമില്ല. ലാലേട്ടനാണ് നമുക്ക് വേണ്ടത്. ലാലേട്ടൻ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗ്രോത്തുകൾ പുള്ളിയിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഞ്ജുവും കൂടെ ചേർന്ന്. തീർച്ചയായിട്ടും. മഞ്ജു നമുക്ക് വരാനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ റീസെൻ്റ്ലി ആണ്, ഞങ്ങൾ 1.5 വർഷം മുമ്പാണ് ഞങ്ങൾ ഹോം അപ്ലയൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഒരാളെ സെലക്ട് ചെയ്ത സമയത്ത് 100% മാർക്ക് മഞ്ജുവിന് തന്നെ കൊടുത്തു. കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അല്ലേ? കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. മഞ്ജുവിലേക്ക് തന്നെ പോയി. ഈ പൊതുവെ ഇപ്പം ലാലേട്ടൻ്റെ കാര്യം വെറുതെ പുറത്ത് പറയുന്ന സംസാരങ്ങളുണ്ട്. ലാലേട്ടൻ്റെ ഈ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് പറയുന്നതാണ്. ഷാജിക്കാൻ കേട്ടിട്ടുണ്ടാവും. ലാലേട്ടൻ്റെ പൈസ മുടക്കിനകത്തുണ്ട്. അത് മൈജി ഷാജിയുടെ മാത്രമല്ല, ലാലേട്ടനും കൂടെ ഷെയറുള്ള ആണല്ലോ. അതാണല്ലോ ലാലേട്ടൻ ഇത്ര വർഷമായിട്ട് ഇതിൽ തന്നെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവർക്കുള്ള മറുപടി എന്താണ്? അപ്പോൾ ഞാനൊന്ന് ചിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൽ മനസ്സിലാവും, ഉണ്ടെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ എല്ലാം മനസ്സിലാവല്ലോ. അല്ല, ഇത് കേൾക്കുന്നതാണല്ലോ. എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഷാജിക്കായിട്ട് ഇത്ര അടുത്തേക്കും എന്നോട് ലാലേട്ടൻ്റെ ഷെയർ ഉണ്ടല്ലോ അല്ലേ? ലാലേട്ടനും അറിയാം. ലാലേട്ടനും അറിയാം. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എന്റെ അറിവില്ല, ഞാനും ഈ ചിരിച്ച് കാണിക്കാറുണ്ട്. അതെ, ഞങ്ങൾ കൃത്യമായും പുള്ളിയുടെ റെമുനറേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണക്കിൽ കാണാലോ, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അല്ല ഇങ്ങനെ. പക്ഷെ പുള്ളി ഒരുപാട് നമുക്ക് 2 പേരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. 2017 മുതൽ നമുക്ക് പിന്നെ ഒരുപാട് സപ്പോർട്ടുകൾ നമ്മളെ വളർച്ചയിൽ അവർ ഒരു ബ്രാൻഡ് അംബാസഡർ എന്നുള്ള നിലയിൽ അവർ തന്നിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ ടീം വർക്ക്, എൻ്റെ ഈ 2580 പേര്, എന്നെ വിട്ടുപോയ ആൾക്കാരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് മജിക്കുണ്ടായത്. അവർ ടീം വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഇത് കൊണ്ടുവന്നത്. എല്ലാം ഒരു ഫാമിലി കൾച്ചറാണ്. ഞങ്ങളിവിടെ ഗുഡില്ല, ഹാപ്പിയാണ്. ഹാപ്പി മോർണിംഗ്, ഹാപ്പി ഗുഡ് ആഫ്റ്റർനൂൺ, ഹാപ്പി ഈവനിങ് ആണ്. അത് സ്റ്റോറിലായാലും അങ്ങനെ തന്നെ. എല്ലാം സന്തോഷത്തിൽ വേണമെന്നാണ്. ആ സന്തോഷത്തിൽ